40 days left. Yes, മക്കളെ, you heard it right. വെറും 40 ദിവസം മാത്രമാണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 40 ദിവസം തന്നെ എനിക്ക് ധാരാളമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇറ്റ്സ് എ വെരി ബിഗ് മിസ്റ്റേക്ക്. ബിക്കോസ് ഒരു ദിവസം ഒരു ചാപ്റ്റർ എന്ന നിലയിൽ വരെ നമ്മൾ പ്ലാൻ ചെയ്താൽ ഈ 40 ദിവസം കൊണ്ട് നമുക്ക് ഈ മൊത്തം സിലബസ് കവർ ചെയ്യാൻ പോസിബിൾ അല്ല. ഇറ്റ്സ് എ വെരി ബിഗ് ഫാക്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഈ ഒരു സിലബസ് ഡിസ്കഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് സേ ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ഓരോ സബ്ജക്റ്റിൽ നിന്നും ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ എക്സ്ക്യൂസസ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ടൈം ടു സ്റ്റോപ്പ് ദ എക്സ്ക്യൂസസ് ആൻഡ് സ്റ്റാർട്ട് എക്സിക്യൂട്ടിങ് ഇറ്റ്. അതുകൊണ്ട് ഇപ്പം തന്നെ തുടങ്ങുക. ഇപ്പം എന്തെങ്കിലും നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ റിഗ്രറ്റ് അടിക്കേണ്ടി വരും. സോ ബി കൺസിസ്റ്റന്റ്. ഇപ്പം തന്നെ ഈ ഒരു നിമിഷം തന്നെ പഠിത്തത്തിൽ വേണ്ടിയിട്ട് തുടങ്ങാം. ബിക്കോസ് 40 ദിവസം എന്ന് പറയുന്നത് നമുക്ക് മൊത്തം സിലബസ് കവർ ചെയ്യാനുള്ള ടൈം പോലും ഇല്ല. അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി നിങ്ങൾ +2 ആണ് എന്ന കാര്യം കൂടെ നിങ്ങൾ ഓർത്തെടുത്ത് വേണം എന്ത് ചെയ്യാൻ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. ബിക്കോസ് വി ഡോണ്ട് ഹാവ് നെക്സ്റ്റ് ചാൻസ് ഹിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സബ്ജക്റ്റിൽ നിന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ പോകുന്നത് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് എക്കണോമിക്സ്. എക്കണോമിക്സിലേക്ക് നോക്കുവാണെങ്കിൽ എല്ലാ സബ്ജക്റ്റിലും ഇത് ആപ്ലിക്കബിൾ ആണ് കേട്ടോ. അതായത് നമ്മളുടെ ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഒരു 20 to 30% വരെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. +70% ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം പോർഷൻസിൽ നിന്ന് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ എക്കണോമിക്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈക്രോ എക്കണോമിക്സും ഉണ്ട്, മാക്രോ എക്കണോമിക്സും ഉണ്ട്. അപ്പോൾ മാക്രോ എക്കണോമിക്സിൽ നിന്ന് ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും ചോദിക്കുന്നത്. ദ തിയറി ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മാർക്കറ്റ് ഇക്വിലിബ്രിയം, ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്, നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്, മണി ആൻഡ് ബാങ്കിങ്, ഇൻകം ഡിറ്റർമിനേഷൻ. അപ്പോൾ 70-80% ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്ലസ് നമുക്ക് ടേം 1 പോർഷൻസിൽ നിന്നും എന്തുണ്ടാവും, നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എക്കണോമിക്സിൻ്റെ കേസ് എന്ന് പറയുന്നത്. ഇനി ബിസിനസ് സ്റ്റഡീസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും ടേം 1 നിന്ന് ഓർഗനൈസിംഗ് വരെയുള്ള പോർഷൻസിൽ നിന്ന് നമുക്ക് ഒരു 30% ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പ്ലസ് നിങ്ങൾ എന്തുകൂടെ പഠിക്കേണ്ടതുണ്ട്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്റേഴ്സ് കുറച്ച് അധികം ഫോക്കസ് കൊടുത്തിട്ട് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മുടെ അക്കൗണ്ടൻസി. അപ്പോൾ അക്കൗണ്ടൻസി 2 പ്രിഫറൻസ് ഉണ്ട്. ദാറ്റ് ഈസ് അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഉണ്ട്, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലേ, AFA ഉണ്ട്, AFS ഉണ്ട്. അപ്പം നമ്മളുടെ അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ 2 പോർഷൻസ് 2 പേർക്കും സെയിം തന്നെയാണ് കേട്ടോ. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം, അതിലെ റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ണർ പറയുന്നത്. ഈ 2 പോർഷൻസ് ആയിരിക്കും ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്നത്. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചൂസ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ ടേം 2 ദ യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻസ്, ഗ്രാഫ് ആൻഡ് ചാർട്ട് ഓഫ് ബിസിനസ്, അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പാക്കേജ്, ആ കാര്യങ്ങളൂടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇനി AFS ആണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ ടേം 2 ദിസ് പ്ലസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ കമ്പനി, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അക്കൗണ്ടിംഗ് റേഷ്യോസ് എന്ന ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, സോ മൂവിങ് ടു ഇംഗ്ലീഷിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് ഈ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആണ്. ദാറ്റ് ഈസ് ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. പ്ലസ് എന്ത് ചെയ്യാം, നമുക്ക് ക്രിസ്മസ് എക്സാമിന് പുതിയ പോർഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ് കേട്ടോ. ഓക്കെ, സോ യൂണിറ്റ് 3, 4, 5 എന്നുള്ള യൂണിറ്റ്സിൽ നിന്നാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഫോർ യുവർ ക്രിസ്മസ് എക്സാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തവർക്കാണെങ്കിൽ ടേം 2 നിങ്ങൾക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, അനാലിസിസ് ഓഫ് വാരിയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ക്വാളിറ്റി കൺട്രോൾ, ടൈം സീരീസ് എന്ന പോർഷൻസിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. പ്ലസ് ടേം 1 പോർഷനിൽ നിന്നും നിങ്ങൾക്ക് ഒരു 20 to 30% വരെ ക്വസ്റ്റ്യൻസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തവർക്ക് വേണ്ടിയിട്ട് 5, 6, 7, 8, 9 ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. പ്ലസ് ഫസ്റ്റ് ടേമിലെ പോർഷൻസും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, ഇനി മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എടുത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് തനതിടം ആൻഡ് തർപ്പണം എന്ന് പറയുന്ന യൂണിറ്റ്സിൽ നിന്നുള്ള എല്ലാ പോർഷൻസും ആയിരിക്കും ഈ ഒരു ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുണ്ടാവുക. പ്ലസ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ ഓണം എക്സാമിൻ്റെ പോർഷൻസ് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി മാത്തമാറ്റിക്സ്, കൊമേഴ്സിലെ മാത്തമാറ്റിക്സ് ആണ് ചൂസ് ചെയ്തവർ. അവർക്ക് ഈ ടേം 2 ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് application of derivatives, integrals, application of integrals, differential equations, vector algebra, 3-dimensional geometry, അങ്ങനെ തുടങ്ങി അത്യാവശ്യമുള്ള ചാപ്റ്റേഴ്സ് എവിടെ ഉണ്ടോ നിങ്ങൾക്ക് മാത്സിൽ നിന്നും ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി പൊളിറ്റിക്സ് എടുത്തവർ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസും ഉണ്ട്, കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സും നമുക്കുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് 1 പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള പോർഷൻസ് റീജിയണൽ ആസ്പിറേഷൻസ് ആൻഡ് റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ആണ്. ഇനി കോണ്ടംപററി വേൾഡ് പൊളിറ്റിക്സിൽ നിന്ന് നിങ്ങൾക്ക് പോർഷൻസ് ഉണ്ടാവുന്നത് ഫോർ സെക്കൻഡ് ടേം ദ എറ ഓഫ് കോൾഡ് വാർ,
the end of bipolarity, the US hegemony, the contemporary centers of power, contemporary South Asia, international organizations. ഈ ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. പ്ലസ് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ടേം പോർഷൻസും അവിടെയും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കവർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് യുവർ ക്രിസ്മസ് എക്സാം പോർഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 40 ദിവസം മതിയോ? ഓരോ ചാപ്റ്റേഴ്സ് വീതം നമ്മൾ ഒരു ദിവസം പഠിക്കുകയാണെങ്കിൽ പോലും ഈ 40 ദിവസം കൊണ്ട് നമുക്ക് ഈ സിലബസ്, ഈ ഒരു എൻറ്റയർ സിലബസ് കവർ ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഈ ഒരു ഫാക്ട് മക്കളെ ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഈ മൊമെന്റ് എങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നുവാണെങ്കിൽ, ഇനിയും ആ ഒരു ഡ്രൈവ് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റക്ക് ആണെങ്കിൽ your best option is obviously നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ച് തന്നെയാണ്. ദിസ് ഇസ് നോട്ട് ദ പ്രൊമോഷൻ ഫോർ our classes. ഓക്കെ, അപ്പം ഞാൻ കാര്യമായിട്ട് പറയുകയാണ്, ഇനിയും എനിക്ക് ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റുന്നില്ല, ഇനിയും ഞാൻ സ്റ്റക്ക് ആയിട്ട് ഇരിക്കുകയാണ്, എനിക്ക് ആ ഒരു സീരിയസ്നെസ് കിട്ടിയില്ല എന്ന് പറയുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള മെറ്റീരിയൽസ് എവിടെയാണെന്ന് സെർച്ച് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, യുവർ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാനാണ്. വൈ? ബിക്കോസ് ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വെറും 3799 റുപ്പീസിനാണ് നമ്മുടെ ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഈ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ റെക്കോർഡ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വൺ ഷോട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇപ്പോൾ ഉള്ള സ്ഥിതിക്ക് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ മോർ നമ്പർ ഓഫ് മോഡൽ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്താൽ മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിത്ത് സൊല്യൂഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ എവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നതാണ്. ഓക്കെ, സോ ഇഫ് യു ആർ വില്ലിംഗ് ടു ജോയിൻ, ഇനിയും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രീ ബൂസ്റ്റർ ബാച്ച് ആണ്. ഇപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ 3799 റുപ്പീസിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി നാളേക്ക് മാറ്റി വെച്ചാൽ അത് പിന്നെ വലിയൊരു നഷ്ടമാവും കേട്ടോ. ഇനി നമ്മളെ മുമ്പിൽ നമുക്ക് സമയമില്ല. ഓക്കെ, ഇപ്പം തന്നെ ഡിസംബർ ആവും, ഇനി അത് കഴിഞ്ഞിട്ട് വെറും 2 മാസമാണ് നിങ്ങളുടെ ബോർഡ് എക്സാമിനേക്കുള്ളത്. അത് കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് പിന്നീട് നിങ്ങൾ ഇതൊക്കെ ആലോചിച്ചിട്ട് റിഗ്രറ്റ് അടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ലൈഫ് ലോങ് റിഗ്രറ്റ് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം ആ ഒരു റിഗ്രറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അറ്റ്ലീസ്റ്റ് ടുഡേ അറ്റ് ദിസ് മൂമെന്റ് എങ്കിലും എക്സാംസ് സീരിയസ് ആയിട്ട് എടുക്കുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തുടങ്ങുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കുക, ഒരിക്കലും റിഗ്രറ്റിന് ഒരു അവസരം കൊടുക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.